സ്വന്തമാക്കിയവർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. എൻ്റെ ഏകാഭിനയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അയ്യോ കൊട്ടേഷൻ ടീമുകൾ, അയ്യോ തീവ്രവാദികൾ, ദൈവമേ സ്ത്രീ വിടരക്കാർ, ഓ പെൺമണിമക്കാർ, ദൈവമേ ഈ കേരളത്തിൽ ജീവിക്കാൻ വയ്യണ്ടായേ. ഞാനാണ് ദൈവം. എൻ്റെ നാടായിരുന്നു കേരളം. പക്ഷേ എൻ്റെ നാടിപ്പോൾ മറ്റവൻ കൈയടക്കിയിരിക്കുകയാണ്. മണ്ടൻ ദൈവം, ചെകുത്താനായ എന്റെ ബുദ്ധി അവന് കാണില്ലല്ലോ വക്രബുദ്ധി. ഈ കേരളത്തിനധിപൻ അവനായിരുന്നല്ലോ ദൈവം. പക്ഷേ ഇത് ഈ കേരളം എന്റെ നാട്, ചെകുത്താന്റെ സ്വന്തം നാട്. ഉമ്മ പറയൂ, തീവ്രവാദത്തിന്റെ പേരിൽ പിടിയിലായ ഉമ്മയുടെ മകൻ സുലൈമാനെ കുറിച്ച് ഉമ്മയ്ക്ക് എന്താണ് പറയുവാനുള്ളത്? ഓ നമ്മുടെ മോനില്ല, ഓനെ നമ്മള് പെറ്റിട്ടില്ല, ഓ നമ്മുടെ ചങ്കീന്ന് കുടിച്ചത് പാലില്ല, നമ്മുടെ തന്നെ ചോരയാ ചോര. തീവ്രവാദം എന്ന പേര് പറഞ്ഞ് മനുഷ്യരെ കൊല്ലാൻ നിൽക്കുന്ന ഓനെ കൊല്ലണം, ഓനെ കൊല്ലണം. ഇതേക്കുറിച്ച് സുലൈമാന്റെ ബാപ്പയ്ക്ക് എന്താണ് പറയുവാനുള്ളത്? നമ്മളും ഒരു മുസൽമാനാ, 5 നേരം മുടങ്ങാണ്ട് നിസ്കരിക്കണ ഒരു വർക്കത്തുള്ളൊരു ഇസ്ലാം. പക്ഷേ പെറ്റുമാരെ പിറന്നമണ്ണിനെ നശിപ്പിക്കാൻ നടക്കുന്ന ഓനെ പോലുള്ള സൈത്താന്മാരെ കൊല്ലണം. ഓ നമ്മളെ മോരല്ല, ഓ സൈത്താന, ഓ സൈത്താന. എന്തിനടെ അവിടെ തോണ്ട ഒരു കാറല്ലേ ആ കിടക്കണ? നമ്മുടെ നേതാവ്, നേതാവേ, ആൾ താമസമില്ലാത്ത വീട്ടിൽ കാറും കൊണ്ട് നിർത്തി എന്താണ് അവിടെ പരിപാടി? കൂടെയുള്ള ഗോവളാങ്ങിയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഉണ്ണിക്കുട്ടോ, രാജകുമാരോ, ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ. എന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ അല്പം കാറ്റ് കൊള്ളാൻ ബ്ലാക്ക് സ്റ്റേനും ഇറങ്ങിയാൽ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ പരമ കഷ്ടം. കണ്ടില്ലേ, ഇതാണ് കേരളം. ഇതേപോലുള്ള സദാചാര നേതാക്കന്മാർക്ക് അല്പം കാറ്റ് കൊള്ളാനും വിശ്രമിക്കാനും ഞാൻ തന്നെ വീടെടുത്ത് സകല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. നിങ്ങൾക്കറിയാമോ, എംഎക്ക് റാങ്ക് നേടിയാണ് എന്റെ മകൻ പാസ്സായത്. തന്തയില്ലാതെ വളർന്നവനാ. അവന്റെ താഴെയുള്ള പെങ്ങന്മാരുടെ പഠിത്തം ചെലവും കല്യാണമൊക്കെ ആയപ്പോൾ അവന് കൊട്ടേഷൻ സംഘത്തിൽ ചേരേണ്ടി വന്നു. ഈ നശിച്ച സമൂഹമാ എന്റെ മകനെ ആളെ കൊല്ലുന്നവനാക്കിയത്. അതെ, ഞാൻ ഹരി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം, മൾട്ടിനാഷണൽ കമ്പനികൾ, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, കമ്പോളവൽക്കരണം, ഇന്റർനെറ്റുകൾ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എംഎക്ക് റാങ്ക് നേടി എന്നെ ആർക്ക് വേണം? എനിക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ കൊട്ടേഷൻ സംഘത്തിൽ ചേർന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട FM 90.9 FM, ആക്രി FM കേൾക്കൂ. കേട്ടുകൊണ്ട് മാത്രം ഇരിക്കൂ, തിരിച്ചൊന്നും തന്നെ പറയാതിരിക്കൂ. നമ്മുടെ ലഹരി വിരുദ്ധ റോഡ് ഷോയുമായി നമ്മോടൊപ്പം സഹകരിക്കാൻ നമ്മുടെ കുപ്പറം ചേട്ടൻ എത്തിയിട്ടുണ്ട്. ആരാ മോനെ നീ? ഞാൻ ലഹരി വിരുദ്ധ റോഡ് ഷോയുമായി നിങ്ങളുടെ അരികിൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ കിടിലൻ സുരേഷ്. എടാ നശിച്ചവന്മാരെ, നിനക്കൊക്കെ അറിയാമോടാ, പണ്ടൊക്കെ ഗ്രാമത്തിന്റെ ജീവവായുവായിരുന്നോടാ റേഡിയോ. ഇന്ന് നീ റേഡിയോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടോ? ദൈവം പോലും പൊറുക്കില്ലടാ. അടിയടാ ഇവനൊന്നും ജോക്കികളല്ല, ജോക്കർമാർ. അയ്യോ ഓടി വരണേ, എന്നെ ഒരുത്തെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നേ. അവളൊരു ശീലാവതി, നിന്നെ ഞാൻ ഇന്നൊരു കലക്കും. തനിക്ക് നാണമില്ലേ പട്ടാപ്പകൽ നടുറോഡ് വെച്ചൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ? അയ്യോ സോറി ചേട്ടാ, ഞാൻ ഈ വഴി വെറുതെ പോയപ്പോ പോവല്ലേ സുഹൃത്തെ, പറഞ്ഞു തീർക്കട്ടെ. ഞാൻ അവിടെ ഒരു ക്യാമറ വെച്ചിരിക്കുന്നുണ്ടോ? ഞാൻ സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ പീഡിപ്പിച്ചു തുടങ്ങിയാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ആക്ഷൻ. ഒരു നിർജ്ജനയായ യുവതിയെ ഒരു യുവാവ് നിർത്തിയും പീഡിപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാ അവളുടെ സാരി വലിച്ചടിക്കുന്നതിനൊക്കെ പകർത്തു വരാൻ അടുത്തുള്ള ചീരാതരങ്ങളിൽ തൂക്കിയെടുത്ത് നമ്മുടെ ക്യാമറമാൻ വളരെ എക്സ്ക്ലൂസീവ് കവറാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പീഡനം ഏകദേശം തീർന്നിരിക്കുന്നു. പീഡന നഗറിൽ നിന്നും ക്യാമറമാൻ വവ്വാൽക്കട്ടയോടൊപ്പം ചൊക്കരക്കണ്ണൻ ശശി. കഴിഞ്ഞ തവണ തിരക്കല്ലായിരുന്നു മോളാക്കി 1ാം സമ്മാനം. ഇത്തവണ എന്റെ മകനെ കിട്ടാൻ വേണ്ടി നിന്നെ ഞാൻ കൊട്ടേഷൻ കൊടുത്തു. പക്ഷേ ജസ്റ്റിസ്, ഇനി എന്തായാലും നീ രക്ഷപ്പെടില്ല. നിന്നെ കാത്തമാരെ പുറത്തു നിൽപ്പുണ്ട്. നിന്നെ അവർക്ക് തട്ടിയിരിക്കും. അയ്യോ ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ. എനിക്ക് സമ്മാനം വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. കണ്ടില്ലേ ഇവയൊക്കെ? പ്രതികരണത്തിന്റെ അവസാന ശേഷിയെങ്കിലും അവശേഷിക്കുന്നവർക്ക് പ്രതികരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ശേഷം മനുഷ്യരുണ്ടാവുകയില്ല, മതങ്ങൾ ഉണ്ടാവുകയില്ല, ദൈവങ്ങൾ ഉണ്ടാവുകയില്ല. ചെകുത്താൻ വിഹരിക്കുവാൻ മരണത്തിന്റെ ഗന്ധം മാത്രമുള്ള ശവക്കുഴികൾ ഉണ്ടാകുന്നൂടെ? ചെകുത്താന്റെ സ്വന്തം നാട്ടിൽ നിന്നും പ്രേക്ഷകർക്കും 3 ജഡ്ജസിനുമൊപ്പം